Hello, guys. Welcome to another session of newspaper analysis brought to you by Island IS Ignite Foundation. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെപ്റ്റംബർ 10th ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ആസ് യു ക്യാൻ സീ ദർ മേജർലി നമ്മൾ ഇന്ന് ആക്ച്വലി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു വലിയൊരു എക്സ്പ്ലെയിൻഡ് ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അതായിരിക്കും നമ്മൾ ആക്ച്വലി കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലെറ്റ് സീ വാട്ട് ഓൾ വി ഹാവ് ടുഡേ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, നമ്മൾ ന്യൂസ് പേപ്പറിലും സോഷ്യൽ മീഡിയാസിലെല്ലാം കണ്ടിട്ടുണ്ടാവും, നേപ്പാളിൽ വലിയൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടായി. ജെൻസി ലീഡ് ചെയ്യുന്ന പ്രൊട്ടസ്റ്റ്. അത് ഒരുപാട് ഭയങ്കര ഒരു അനാർക്കി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്കാണ് പോയത്. അവിടുത്തെ പാർലമെൻറ്റ് ഒക്കെ കത്തി ഇതാകുന്ന ഒരു ഇമേജാണ് നമ്മളിപ്പോൾ ഈ തംബ്നെയിലും കണ്ടിരുന്നത്. അതെന്താണ്, അതെന്തുകൊണ്ട് അങ്ങനെ വന്നതെന്നുള്ള ഹിസ്റ്ററി മൊത്തം നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്കിന്ന് നോക്കുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ അതിനെക്കുറിച്ചാണ് ഈ ആദ്യത്തെ 2 ആർട്ടിക്കിളും വന്നിരിക്കുന്നത്. രണ്ടും ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയാണ്. അതുപോലെ തന്നെ നമ്മൾ ദ ഹിന്ദുവിൽ ടെക്സ്റ്റൻ കോണ്ടെക്സ്റ്റിൽ വന്നിട്ടുള്ള അർബനൈസേഷൻ. നമുക്കറിയാം, അർബനൈസേഷൻ ഇറ്റ് ഈസ് റാപ്പിഡ്ലി ഹാപ്പനിങ് ഓൾ അക്രോസ് ദി ഇന്ത്യ ആൻഡ് ഓൾ അക്രോസ് ദി വേൾഡ്. അപ്പോൾ അതിൽ കേരളയിൽ ഉണ്ടാകുന്ന ഒരു മോഡൽ, കേരളയുടെ ഒരു ഇനിഷ്യേറ്റീവ് എങ്ങനെ ഒരു ലെസണായി മാറാം ഫോർ ദ ഹോൾ ഓഫ് ഇന്ത്യ എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ വൈസ് പ്രസിഡന്റ് എലക്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതുപോലെ തന്നെ ഒരു GERT ഡാമിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ കണ്ടിരുന്നു, കുറച്ച് നാളായിട്ട് കാണുന്നുണ്ട് പ്രസിഡൻഷ്യൽ റെഫറൻസിൻ്റെ കാര്യം. അത് സുപ്രീം കോടതി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും, കുറച്ച് ഒബ്സർവേഷൻസ്. അത് വന്ന് ചില കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതുപോലെ തന്നെ 2-3 പിക്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ന്യൂസ് പേപ്പറിൽ. അതായിരിക്കും നമ്മൾ അതർ എക്സെപ്ഷന് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യത്തെ ന്യൂസ് ആർട്ടിക്കിളിലേക്ക് തന്നെ പോവുകയാണ്. വൈ കത്മണ്ഡു ഇസ് ബേണിംഗ് എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, നേപ്പാളിൽ നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇതിനകത്ത് കണ്ടത് നിങ്ങൾ കാണുന്നത് ഇത് തന്നെ അവിടുത്തെ പാർലമെൻ്റ് ആണ്. അവിടുത്തെ ഫെഡറൽ പാർലമെൻറ്റ് ഓഫ് നേപ്പാളിന് തന്നെ അവിടുത്തെ പ്രൊട്ടസ്റ്റേഴ്സ് വിച്ച് ഇസ് ലെഡ് ബൈ മേജർലി ദ ജെൻസി പോപ്പുലേഷൻ, യൂത്ത് ആയിട്ടുള്ള പോപ്പുലേഷൻ ലീഡ് ചെയ്യുന്ന ഒരു പ്രൊട്ടസ്റ്റിൽ അവിടുത്തെ ദ ഹോൾ ഓഫ് ദി എന്താ പറയുക പൊളിറ്റിക്കൽ സ്പെക്ട്രമിലുള്ള ആൾക്കാരെല്ലാവരുടെയും വീട് നശീകരിച്ച് അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നു. അതുപോലെ തന്നെ അവിടുത്തെ പാർലമെൻറ്റ് തന്നെ കത്തിക്കരിയുന്ന ഒരു പടമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. സോ ഇറ്റ് ഈസ് എ വെരി ഡിസ്റ്റർബിംഗ് തിങ്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, വൈ ദിസ് പ്രൊട്ടസ്റ്റ് ഹാപ്പൻഡ് എന്നുള്ള കാര്യം നമുക്ക് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നുള്ള പറ്റിയിട്ടുള്ള തെറ്റുകളുണ്ട്. അപ്പോൾ അതാണ് നമുക്കിവിടെ കൂടുതൽ അനലൈസ് ചെയ്യേണ്ടത്. വൈ ദ സിറ്റുവേഷൻ ലെഡ് ടു ഈ ഒരു പർട്ടിക്കുലർ ഒരു പോയിന്റ് വരെ എത്താനായിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് നമുക്ക് നോക്കേണ്ടത്. അതിന് മുന്നേ നമുക്ക് ഈ നേപ്പാളിനെ കുറിച്ച് ജസ്റ്റ് ഒരു പൊളിറ്റിക്കൽ ഒരു ഹിസ്റ്ററി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. എങ്ങനെയായിരുന്നു നേപ്പാളിലുള്ള കാര്യങ്ങളെന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഇത് ഇഷ്യൂ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നൊരു ആർട്ടിക്കിളാണ്. ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, ഫോർമർ പ്രൈം മിനിസ്റ്ററാണ് KP ശർമ്മ ഒലി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം 2024 വരുന്നത്. പക്ഷേ ഇദ്ദേഹം ഇതിന് മുന്നേ 2018-ലും 2022-ലും 2021-ലും 2024-ലും ഒക്കെ പ്രൈം മിനിസ്റ്ററായി ഇങ്ങനെ മാറി മാറി വരികയാണ്. അപ്പോൾ അതെങ്ങനെയാണ്? കാരണം 1951-ലാണ് ആക്ച്വലി ഈ ഒരു ഇത് വരുന്നത്. അതുവരെ നമുക്കൊരു ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ് ആയിരുന്നു, ഒരു മൊണാർക്കി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരു ഹെറിഡിറ്ററി PMs ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു കുറച്ച് നമുക്കും ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടിയതുപോലെ തന്നെ അവരുടെ ആ സമയത്തും അവരൊരു പാർലമെൻ്ററി ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം വളരെ താമസിയാതെ തന്നെ 1961-ൽ അവിടുത്തെ കിങ് ആയിട്ടുള്ള മഹേന്ദ്ര എന്ന് പറയുന്ന ആൾ, അദ്ദേഹം പൊളിറ്റിക്കൽ പാർട്ടീസിനെയൊക്കെ ബാൻ ചെയ്യുകയും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പഴയൊരു സിസ്റ്റത്തിലേക്ക് വന്നു. അത് ഏകദേശം ഒരു 30 ഇയേഴ്സോളം ഇങ്ങനെ തന്നെ വരികയായിരുന്നു. എന്നിട്ട് അതിനെ നമുക്കൊരു 1990 ആയപ്പോഴത്തേക്കും പീപ്പിൾസ് മൂവ്മെൻറ്റ് കാരണം അത് വന്ന് ഒരു മൾട്ടി പാർട്ടി ഡെമോക്രസി, നമ്മളിപ്പോൾ ഇന്ത്യയിൽ കാണുന്നത് പോലെ തന്നെ ഒരു മൾട്ടി പാർട്ടി സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് വന്നു. അപ്പോൾ ആ സമയത്തിലെ കിങ് ബിരേന്ദ്ര, ഇതൊന്നും ജസ്റ്റ് കേട്ടിരിക്കുക കേട്ടോ. ഇത് നമ്മൾ കിങ് ബിരേന്ദ്ര, കിങ് മഹേന്ദ്ര ഇതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല, ജസ്റ്റ് കേട്ടിരിക്കുക. കിങ് ബിരേന്ദ്ര എന്ന് പറയുന്ന ആൾ അതിനെ എൻഡ് ചെയ്ത് പഞ്ചായത്ത് സിസ്റ്റം എന്നാണ് വിളിച്ചിരുന്നത്, ഈ നേരത്തെ സെൻട്രലൈസ് സിസ്റ്റം, അതിനെ എൻഡ് ചെയ്തു. അപ്പോൾ എന്നിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് ഒരു സിവിൽ വാർ ഉണ്ടായി. ഏകദേശം ഒരു 10 ഇയേഴ്സോളം വലിയൊരു സിവിൽ വാർ ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ബിക്കോസ് ദ മാവോയിസ്റ്റ് ഓർ ദി കമ്മ്യൂണിസ്റ്റ് പീപ്പിൾ ഇൻ ദാറ്റ് കൺട്രി, ദേ വാണ്ടഡ് ദി പവർ ടു ബി ഇൻ ദ പീപ്പിൾ, നോട്ട് വിത്ത് ദി മൊണാർക്കി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് വലിയൊരു സിവിൽ വാർ നടന്നു. അതിൻ്റെ ഒരു കൾമിനേഷനായിട്ട് 2008-ൽ വെച്ച് അവരൊരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് പുതിയ കോൺസ്റ്റിറ്റ്യൂഷനിൽ ലൈക്ക് മൾട്ടിപ്പിൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റിവിഷൻസ് അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അവിടെ മൊണാർക്കിനെ അബോളിഷ് ചെയ്തു. ഇനി നമുക്ക് മൊണാർക്കി വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ വന്നു. എന്നിട്ട് അവിടെ ഒരു ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ള രീതിയിൽ നേപ്പാൾ മാറി. നമുക്കറിയാം, നമ്മുടേത് സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി നേപ്പാൾ. എന്നിട്ട് ഒരുപാട് നെഗോസിയേഷൻസ്, ഇയർ ആഫ്റ്റർ ഇയർ ഒരുപാട് നെഗോസിയേഷൻസും റിവിഷൻസും വെച്ചിട്ട് ഫൈനലി 2015-ൽ നേപ്പാൾ ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തു. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തതിന് ശേഷമാണ് ആദ്യമായിട്ട് ഈ KP ശർമ്മ ഒലി എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആവുന്നത് ആ ഇയറിൽ തന്നെ. പക്ഷേ പെട്ടെന്ന് പോകുന്നു, വീണ്ടും 2018-ലാവുന്നു, മാറുന്നു, പിന്നെ 2021-ലാവുന്നു, പിന്നെ 2024 ആവുന്നു, ഇപ്പോൾ ഔസ്റ്റ് ചെയ്യപ്പെട്ടു.
അപ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള പിക്ചർ നോക്കുകയാണെങ്കിൽ തന്നെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയുടെ ഒരു പ്രൈമറി ഒരു കേസ് സ്റ്റഡി ആയിട്ട് തന്നെ നമുക്ക് പറയാവുന്ന ഒരു രാജ്യമാണ് നേപ്പാൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നേപ്പാളിൻ്റെ ടോട്ടൽ ഹിസ്റ്ററി തന്നെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വർഷാവർഷം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ ഒരു ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉള്ള ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു സഡൻ ആയിട്ടുള്ളൊരു ഔട്ട് ബസ്റ്റ് ഉണ്ടായി എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബേസിക്കലി ഇതിൻ്റെ ഒരു ട്രിഗർ പോയിന്റ് എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ ഒരു മാസീവ് രീതിയിലുള്ള കറപ്ഷനാണ്. കറപ്ഷൻ ആൻഡ് നെപ്പോട്ടിസം ആർ ദ 2 big reasons why this happened. ഒരു എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു പ്രൊട്ടസ്റ്റേഴ്സ് ബീങ് ലെഡ് ബൈ ജെൻസി പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജെൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏകദേശം ഒരു 1990s എൻഡ് മുതൽ 2010s ആ ഒരു ടൈം വരെയുള്ള പോപ്പുലേഷൻ പീപ്പിളിനെയാണ് നമ്മൾ ജെൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ആസ്പിറേഷൻസ് ഭയങ്കര വലുതായിരിക്കും. ഇവരൊക്കെ കൂടുതൽ ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടല്ലോ, ഇത് കാരണം ഈ ആക്ച്വലി ഇവിടുത്തെ ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സിനൊക്കെ എങ്ങനെയെങ്കിലും പവറിൽ നിന്നാൽ മതി. അപ്പോൾ അവർ ഒന്നില്ലെങ്കിൽ വേറൊരു പാർട്ടിയുമായിട്ട് ചേർന്ന് കോയലേഷൻ ഗവൺമെൻറ്റ്സ് ഫോം ചെയ്യും, പാർട്ടിയിൽ നിൽക്കും. അതിൽ എന്തെങ്കിലും ഒരു ചെറിയ വിടർവ് വരുമ്പോഴത്തേക്കും ഒരു താളിൽ നിന്ന് മാറി പിന്നെ ഇങ്ങോട്ട് നിൽക്കും. ഈ കാറ്റിൽ പൊളിറ്റിക്സ് എന്നൊക്കെ നമ്മൾ പറയും. കാറ്റിൽ അറിയാമല്ലോ, എവിടെയെങ്കിലും ഒരിടത്ത് പോയി നിൽക്കും, കുറേ കഴിയുമ്പോഴത്തേക്കും വേറൊരു സ്ഥലത്ത് ഇങ്ങനെ പോയി നിൽക്കും. അപ്പോൾ ഈ രീതിയിലായിരുന്നു അവരുടെ പൊളിറ്റിക്സും വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് കാരണം എന്തായി, ജനങ്ങൾക്ക് അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും കിട്ടാതെയായി. അവിടുത്തെ ഹെൽത്ത് സിസ്റ്റം ആവട്ടെ, എഡ്യൂക്കേഷൻ സിസ്റ്റം ആവട്ടെ, അതൊക്കെ ഭയങ്കര ക്രംബ്ലിങ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതായത് ഒരു ലെവലിലും എത്താത്ത രീതിയിൽ നടക്കുമായിരുന്നു. പക്ഷേ ആ ടൈമിൽ ഈ എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ടോക്ക് വരുന്നത്, അതായത് ഈ ഒരു സോഷ്യൽ മീഡിയ ബാൻ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും. ഇതിനെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പൊളിറ്റീഷ്യൻസ് ഉണ്ടല്ലോ, ഈ പൊളിറ്റീഷ്യൻസിൻ്റെ മക്കൾ അവർ പക്ഷേ ഈ നേപ്പാൾ പൊളിറ്റീഷ്യൻസിൻ്റെ മക്കളൊക്കെ ഫോറിൻ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുന്നു. അവർക്ക് നല്ലൊരു ഹെൽത്ത് കെയറും നല്ലൊരു എഡ്യൂക്കേഷനും നല്ല നിലയിലും വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫാണ് ലീഡ് ചെയ്യുന്നത്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് അവിടുത്തെ ജെൻസി പോപ്പുലേഷൻ ഇൻ നേപ്പാൾ ദേ ബിഗാൻ ടു കമ്പയർ അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയുണ്ട്, പക്ഷേ അതേ രാജ്യത്ത് തന്നെ പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ മക്കൾ പുറമെ എത്ര ലക്ഷൂറിയസ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതൊരു ഭയങ്കര വലിയൊരു ക്യാമ്പയിനായി തന്നെ മാറിയിരുന്നു. കഴിഞ്ഞൊരു കുറേ മാസങ്ങളായിട്ട് തന്നെ ആ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. പക്ഷേ വളരെ പെട്ടെന്ന് ഗവൺമെൻറ് ടുക്ക് എ ഡിസിഷൻ ടു ബാൻ ഓൾ ദി സോഷ്യൽ മീഡിയാസ് ഇൻ നേപ്പാൾ എന്നുള്ള രീതിക്ക്. നമ്മളിപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നെക്സ്റ്റ് ജനറേഷൻ നേപ്പാളിനകത്ത് ഒരു ലൈക്ക് ഫേസ്ബുക്ക് പേജിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദേ ആക്ച്വലി ബാൻഡ് ഓൾ ദി ഈ എന്താ പറയുക പ്ലാറ്റ്ഫോംസ്. ദേ ബാൻഡ് ദി 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇൻക്ലൂഡിംഗ് ഫേസ്ബുക്ക്, വാട്സാപ്പ് എക്സെട്ര ഫോർ ഫെയിലിംഗ് ടു രജിസ്റ്റർ വിത്ത് ദി അതോറിറ്റീസ് ബൈ എ സർട്ടൻ ഡെഡ് ലൈൻ എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും അവർ കംപ്ലൈ ചെയ്യാത്തതുകൊണ്ട് ചെയ്തതാണ് നമുക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെയല്ല. ഇത് ബേസിക്കലി ഇന്ത്യയിലും ഇങ്ങനത്തെ നിയമമുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി അമെൻമെൻറ്റ് ആക്ട് വഴി എത്തിക്സ് കോഡ് റൂൾസ് എന്ന് പറഞ്ഞിട്ട് 2021 വന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയാസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഗവൺമെൻറ് എൻറ്റിറ്റിയുമായിട്ട് രജിസ്റ്റർ ചെയ്യണം, ഒരു ഗ്രീവൻസ് റിഡ്രസൽ ഓഫീസർ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലൈൻസ് റിക്വയർമെൻറ്റ്സ് ആണ്. ഇത് അവിടുത്തെ സുപ്രീം കോർട്ടിൻ്റെ ഒരു ഓർഡർ പ്രകാരമാണ് ഈ നടപടി എടുത്തേ എന്നുള്ള രീതിക്കാണ് ഇതിൽ പറയുന്നത്. പക്ഷേ ആ ഓർഡർ വന്നത് 1 വർഷം മുന്നെയാണ്. ഈ 1 വർഷമായിട്ട് ഇവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാനോ ചോദിക്കാനോ ഒന്നുമില്ല. All of a sudden, August 28 they raise an order. They have to register with the ministry immediately within a week എന്നുള്ള രീതിക്ക്. അപ്പോൾ ഈ പറഞ്ഞ ബാക്കിയുള്ള ഈ പറഞ്ഞ ഫേസ്ബുക്ക്, വാട്സാപ്പ് കാര്യങ്ങളൊന്നും ഇവരൊന്നും രജിസ്റ്റർ ചെയ്തില്ല. അവരൊക്കെ ബാൻ ചെയ്തു. പക്ഷേ ടിക്ടോക്ക് ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്ക് ബാനിങ് ഇല്ല. അപ്പോൾ ഇത് നമ്മൾ പുറമേ നോക്കുമ്പോഴത്തേക്കും ഇത് ഭയങ്കര നമ്മൾ ഒരു കംപ്ലൈൻസ് ചെയ്യാത്തതുകൊണ്ട് എടുത്തൊരു സ്റ്റെപ്പാണ് നമുക്ക് തോന്നുമെങ്കിലും ദിസ് ഇസ് ദ റീസൺ. ദർ വാസ് എ ഹ്യൂജ് കമ്പാരിസൺ ഗോയിങ് ഓൺ ബിറ്റ്വീൻ ദി പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ ഫാമിലിയും ഇവിടുത്തെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലും തമ്മിൽ വലിയൊരു കമ്പാരിസൺ നടക്കുന്നതിനെ സ്റ്റോപ്പ് ചെയ്യണം. ആ ഒരു നെറേറ്റീവിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പെട്ടെന്നൊരു ആക്ഷൻ എടുത്തങ്ങ് ചെയ്തു. അപ്പോൾ ദേ സപ്രസ്ഡ് ദി ഡിസെൻറ്റ് വോയിസസ് ദാറ്റ് വാസ് ഹാപ്പനിങ്. ദിസ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ് ദാറ്റ് വി ഹാവ് ടു നോട്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ബേസിക്കലി ഈ പറഞ്ഞ ജെൻസിയൊക്കെ ദേ യൂസ് ടു എന്താ പറയുക ഈ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ യൂസിങ് ദി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. അപ്പോൾ അതിനെ ബാൻ ചെയ്തപ്പോഴത്തേക്കും അവരുടെ ആങ്കർ ഭയങ്കരമായിട്ട് എക്സ്പ്ലോഡ് ചെയ്തു എന്നുള്ള കാര്യമാണ് പറയുന്നത്. വെൻ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ കെയിം ഔട്ട് ഇൻ ദ സ്ട്രീറ്റ്സ്, ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ട്, അതായത് ഈ സോഷ്യൽ മീഡിയ ബാൻസിനെയൊക്കെ നമ്മൾ ശരിയല്ല എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ഡിപ്പെൻഡ് ചെയ്ത ഒരുപാട് ബിസിനസ്സും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പ്രൊട്ടസ്റ്റിന് ഇറങ്ങി, എവിടെ സ്ട്രീറ്റ്സിലേക്ക് ഇറങ്ങി. അപ്പോൾ അങ്ങനെ ഈ സോഷ്യൽ മീഡിയ ബാനെ ലിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റിന് ഇറങ്ങിയ ആൾക്കാരെ എതിരെ അവിടെയും ഗവൺമെൻറ് രണ്ടാമത്തെ തെറ്റ് ചെയ്തു. എന്താ? ദേ ഓപ്പൺ ഫയർഡ് ഓൺ ദം. അവരെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റിന് നിൽക്കുന്ന ആൾക്കാരെ തന്നെ
ചില എലമെൻറ്റ്സ് അവിടെ ഉണ്ട്, അവർക്ക് ചില ആൾക്കാർ വെപ്പൻസ് കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഓപ്പൺ ഫയർ ചെയ്യുന്നത് മുതൽ ആ ഒരു ക്രൗഡ് തന്നെ ഭയങ്കര എൻറേജ്ഡ് ആയി. ആൻഡ് അതിനകത്ത് ഏകദേശം ഒരു 19 പേരോളം കിൽ ചെയ്യപ്പെട്ടു, മരണപ്പെട്ടു. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ടുള്ളൊരു പ്രൊട്ടസ്റ്റ് ഭയങ്കര വേറെ ലെവലിലേക്ക് പോവുകയും ദ ഗവൺമെൻറ് വാസ് ഫോഴ്സ്ഡ് ടു ലിഫ്റ്റ് ദ ബാൻ ഓൺ സോഷ്യൽ മീഡിയ. കാരണം ഇവർ ഇതിനകത്ത് പറയുന്നത് തന്നെ, ഇവരുടെ ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ അജണ്ട തന്നെ ഈ ഒരു കറപ്ഷൻ നിർത്തുക. ബിക്കോസ് വി ഓൾ നോ കറപ്ഷൻ ചെയ്യാതെ ആ രാജ്യത്തിലുള്ള പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സിന് ഇത്രയും ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റില്ല. വെൻ ദി കോമൺ പീപ്പിൾ ആർ സഫറിങ് എ ലോട്ട് ഇൻ ടേംസ് ഓഫ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് എവറിത്തിങ് ഇൻ ദർ ബേസിക് ലൈഫ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കറപ്ഷൻ കാരണമാണ്. ഈ ഒരു ആൾക്കാർ കാറ്റിൽ പൊളിറ്റിക്സ് ചെയ്യുന്നു, അവർക്ക് അധികാരത്തിൽ നിൽക്കാൻ വേണ്ടി മാത്രമായിട്ട് അവർ നിൽക്കുന്നത് കൊണ്ട് ഇതിനെ എന്ത് ചെയ്യണം എന്നുള്ളൊരൊറ്റ നോട്ടത്തിലാണ് ഇത് വരുന്നത്. അപ്പോൾ സോഷ്യൽ ഇനിക്വാളിറ്റിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ള രീതിക്കായിരുന്നു ഈ ഒരു പ്രൊട്ടസ്റ്റ് തന്നെ വന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഈ പ്രൊട്ടസ്റ്റ് നമുക്ക് ചിലപ്പോൾ കാണുമ്പോൾ ഇതെന്തായി അതിക്രമമാണ് കാണിക്കുന്നത്, ഇതൊക്കെ തെറ്റല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനായിട്ടുള്ള പ്രൈമറി റീസൺ എന്താ? അവിടുത്തെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി. ആൻഡ് മോർ ഓവർ ആ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയിൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് ഗവൺമെൻറ് എന്ത് ആക്ഷൻസാണ് എടുത്തത് എന്ന് വെച്ചിട്ടാണ് ഈ ഒരു ഹോൾ സീക്വൻസ് ഓഫ് ആക്ഷനും നടന്ന് പാർലമെൻറ്റ് തന്നെ ബേൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നത്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ഹോൾ പിക്ചർ വൈ ഇറ്റ് ഹാപ്പൻ. ഇനി നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിനകത്ത് ഇത് നടന്നതിനെ ന്യായീകരിക്കുകയല്ല നമ്മൾ. വി ഷുഡ് നെവർ പ്രൊമോട്ട് വയലൻസ് ആസ് സച്ച്. കാരണം ഇതിനകത്ത് തന്നെ ഇത് ഈ പറഞ്ഞ KP ശർമ്മ ഒളി മാത്രമല്ല കേട്ടോ, ഇതിന് മുന്നേ ഉണ്ടായിരുന്ന 5 പ്രധാനമന്ത്രിമാർക്കെതിരെയും അവരുടെ വീടൊക്കെ വാൻഡലൈസ് ചെയ്യപ്പെട്ടു. ആൻഡ് അതിനകത്ത് വളരെ എന്താ പറയുക, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത, ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നടന്നത്. രാജലക്ഷ്മി ചിത്രക്കാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോർമർ പ്രൈം മിനിസ്റ്ററിൻ്റെ വൈഫ്, ഷീ ഗോട്ട് കിൽഡ്. ഇന്നസെൻറ്റ് ലേഡി യു ക്യാൻ സേ, ബിക്കോസ് ഷീ ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ദിസ് സ്റ്റഫ്. പക്ഷേ ഈ ഒരു ആക്ട് ഓഫ് മോബ് വയലൻസ് ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അത് ഈവൻ ഇഫ് ദി ആർമി വാണ്ട്സ് ഇറ്റ് ടു. സോ ഈ രീതിയിൽ വരുമ്പോഴത്തേക്കും അത് നമുക്ക്, അതായത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വാട്ട് ഈസ് ദ ടേക്ക് അവേ എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടത്. അതിന് മുന്നേ നമുക്ക് വാട്ട് ആർ ദി എഫക്ട്സ് ദാറ്റ് ക്യാൻ ബി എക്സ്പെക്റ്റഡ് ഓഫ് ദിസ്. ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ എ ഡെമോക്രസി ഡിസെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഒരു ഫോർമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉണ്ട്, ഐ ഹാവ് മെൻഷൻഡ് ഹിം ക്വൈറ്റ് എ ലോട്ട്, ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെ ഡിസെൻറ്റ് ഇസ് എ സേഫ്റ്റി വാൽവ് ഇൻ എ ഡെമോക്രസി എന്നാണ്. ഇപ്പോൾ പീപ്പിൾ ആർ നോട്ട് അലൗഡ് ടു എക്സ്പ്രസ് ദെയർ ഡിസെൻറ്റ്, ആ ഒരു പ്രഷർ വാൽവ് ഓഫ് എ ഡെമോക്രസി വിൽ ബേസ്റ്റ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം, ഒരു ഫേമസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഇസ് ഈക്വലി ആപ്ലിക്കബിൾ ടു എനി ഡെമോക്രസി യു ക്യാൻ സേ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നമ്മുടെ ഇവിടെയും ഒരുപാട് ഇൻറ്റേർണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് വി ഷുഡ് നോട്ട് ബി സപ്രസിങ് ദ ഡിസെൻറ്റ്, വി ഷുഡ് ഓൾവേസ് ഹിയർ ദാറ്റ് അതർ സൈഡ് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിനകത്ത് മേജറായിട്ട് പഠിക്കേണ്ട പോയിന്റ്. ഇതിനകത്ത് വാട്ട് ആർ ദി എഫക്ട്സ്, നമ്മൾ ലോങ് ടേമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡ് നമ്മൾ ഇതിനകത്ത് കാണാം. എങ്ങനെയാണ്? കാരണം ഇപ്പോൾ നേപ്പാളിൽ ഈ ഒരു വലിയൊരു പ്രക്ഷോഭത്തിന് ശേഷം ഇപ്പോൾ ഒരു വലിയൊരു സിസ്റ്റമിക് ഓവർഹോൾ ആണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം പ്രധാനമന്ത്രി രാജിവെച്ചു, ഇപ്പോൾ ആർമിയാണ് ടേക്ക് ഓവർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. അപ്പോൾ പെട്ടെന്ന് ഇനി അടുത്ത് വരുന്നൊരു ഭരണം ബി വെരി കോഷ്യസ്, അറ്റ്ലീസ്റ്റ് പരോക്ഷത്തിലെങ്കിലും വെരി കോഷ്യസ് ഓഫ് നോട്ട് ടു ഡു കറപ്ഷൻ. അവിടെ ഒരു നല്ലൊരു അക്കൗണ്ടബിൾ ഗവൺമെൻറ് ഉണ്ടാവാനായിട്ടുള്ള എല്ലാ ചാൻസസും തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് കരുതേണ്ടത്. പക്ഷേ ഒരു നെഗറ്റീവ് സൈഡുണ്ട് ഇതിനകത്ത്, ഇൻ ഷോർട്ട് ടേം അറ്റ്ലീസ്റ്റ്. കാര്യം ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറ്റ് ദി പ്രസൻറ്റ് മൊമെൻറ്റ് ദർ ഇസ് എ ലോട്ട് ഓഫ് അനാർക്കി ഗോയിങ് ഓൺ ഇൻ നേപ്പാൾ. കാരണം അവിടെ ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഇല്ല, അവിടെ ഇപ്പോൾ ആർമിക്ക് വലിയ കൺട്രോൾ വരുന്നില്ല, ബിക്കോസ് ദേ കാൺ കൺട്രോൾ ദ മോബ്. അപ്പോൾ ഈ വയലൻസ് കൂടിക്കൂടി വരുമ്പോഴത്തേക്കും ഷോപ്സ് ഒക്കെ പിക്കറ്റ് ചെയ്യപ്പെടും, ആൾക്കാരെ ആക്രമിക്കാൻ തുടങ്ങും, ഈ വയലൻസ് ഒരുപാട് വരും. അതായത് നമ്മുടെ വേറെ ഏതെങ്കിലും കാരണത്തിന് നമ്മൾ ഒരാളെ കൊല്ലാൻ വെച്ചിരിക്കുന്നത് ഈ മോബ് വയലൻസിൽ അങ്ങ് തീർക്കും. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സ്റ്റേറ്റ്ലെസ്നെസ് എന്നുള്ളൊരു ഒരു എന്താ പറയുക, ഒരു കണ്ടീഷൻ വരും. അപ്പോൾ ജനങ്ങൾ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ദേ വിൽ സ്ലോലി റിയലൈസ് ദാറ്റ് ദേ നീഡ് എ ഗവൺമെൻറ് ഇൻ പ്ലേസ്. അത് അവരുടെ തന്നെ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം വരും. സോ ഇൻ ദ ഷോർട്ട് റൺ ദർ ഇസ് ഗോയിങ് ടു ബി എ lot of violence there unless it is controlled by the army. We hope that it happens. അതല്ലാന്നുണ്ടെങ്കിൽ വളരെ വലിയ നാശനഷ്ടങ്ങളിലേക്ക് നേപ്പാൾ പോയേക്കാം. ആൻഡ് ദ സെക്കൻഡ് തിങ് ഇസ് എൻ ഇംപ്ലിക്കേഷൻ ഫോർ ഇന്ത്യയും നേപ്പാളും തമ്മിലൊരു പോറസ് ആയിട്ടുള്ള ഒരു ബോർഡറാണ്. അപ്പോൾ അത് വലിയായിട്ട് ഫെൻസ് ചെയ്യപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഇൻസ്റ്റബിലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ നേപ്പാളിന് ദാറ്റ് വിൽ ബി എഫക്റ്റിംഗ് ഇന്ത്യൻ പൊളിറ്റിക്സ് ഓൾസോ. നോട്ട് പൊളിറ്റിക്സ് ആസ് സച്ച്, ആൾക്കാർ ഇങ്ങോട്ട് വരുന്നതായാലും നമുക്ക് തന്നെ. അപ്പോൾ ആക്ച്വലി കുറച്ച് ദിവസം മുന്നേ ഒരു ന്യൂസ് ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, സ്ലീപ്പർ സെൽസ്, നമ്മുടെ ഈ തുപ്പാക്കി സിനിമയിലൊക്കെ കേട്ടിട്ടില്ലേ സ്ലീപ്പർ സെൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് സ്ലീപ്പർ സെൽസ് നമ്മുടെ പോറസ് ആയിട്ടുള്ള നേപ്പാൾ ബോർഡർ വഴി ഇന്ത്യയിലേക്ക് കടന്ന് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു എന്നുള്ള ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റബിലിറ്റി, അവിടെ ഒരു പവർഫുൾ ഗവൺമെൻറ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് അത് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് ഈ ഒരു
ഹോൾ ഇഷ്യൂ സമപ്പ് ചെയ്ത് പറയാനായിട്ട് ഇതിൻ്റെ വേറൊരു ആർട്ടിക്കിൾ വരുന്നുണ്ട്. ദേ ആർ ജസ്റ്റ് ഗിവിങ് സം പെർസ്പെക്റ്റീവ്സ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിനകത്ത് വേറൊന്നും പറയുന്നില്ല. ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ തന്നെ വന്നിട്ടുള്ള ഒരു എഡിറ്റോറിയലാണ്. ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോം എന്നൊക്കെ ബ്ലാൻ ചെയ്യുന്നതും അപ്പോൾ അതിന് മൂലം ഈ നെപ്പോ കിഡ്സ്, നെപ്പോ ബേബീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ദാറ്റ് വി ഹവ് സീൻ, ഇത് അവരുടെ ഒരു രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ടേംസ് വന്ന ക്യാമ്പയിൻ ഉണ്ടാകുന്നതിനെ തടുക്കാനാണ് ഇവർ ബാനൊക്കെ ചെയ്തത്. അപ്പോൾ അത് കാരണം ഉണ്ടായ ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു. കാരണം അവിടുത്തെ കണ്ടീഷൻ ഇസ് റിയലി ബാഡ്, എസ്പെഷ്യലി വിത്ത് ദി ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എവറിത്തിങ്. ആൻഡ് അവിടുത്തെ ഏകദേശം ഒരു 82% ഇവിടെ പറയുന്നുണ്ട്, 82% വർക്ക് ഫോഴ്സ് ഇറ്റ് റിമെയിൻസ് ഇൻ ദി ഇൻഫോർമൽ സെക്ടർ. അപ്പോൾ വളരെ പുവർ ആയിട്ടുള്ള രീതിയിലാണ് അവിടുത്തെ കണ്ടീഷൻസ് ഉള്ളപ്പോൾ അവരുടെ മാസ്റ്റേഴ്സ് വെൻ ദി ആർ ലിവിങ് എ ലക്ഷറീസ് ലൈഫ്, ഒബ്വിയസ്ലി ദർ ഷുഡ് ബി എ ഡിസെൻറ്റ്. ആൻഡ് ആ ഒരു ഔട്ട്റേജ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മൾ ഈ കണ്ടതുപോലെ കാർട്ടലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്, ഇത് വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ക്യാപിറ്റൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് രണ്ടൊന്നല്ല, പക്ഷേ അതുപോലെയാണ് കാർട്ടലൈസേഷൻ. ഭരണം കിട്ടാൻ വേണ്ടി ആരുടെ കൂടെയെങ്കിലും ചേരുക. അപ്പോൾ അവിടെ ഒപ്പോസിഷൻ എന്നോ പവറിലുള്ള ആൾക്കാരെന്നൊന്നുമില്ല, എല്ലാം അങ്ങോട്ട് ഒരുമിച്ച് മാറിയൊക്കെ നിൽക്കും, പവറിൽ നിൽക്കുക, കറപ്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ എയിം എന്നുള്ള രീതിക്ക്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ബേസിക്കലി പറയുന്നത്. ഇതിനകത്ത് ഈ ഒരു അമിതാഭ് മാറ്റു എന്ന് പറയുന്ന ഒരു ഓത്തറാണ് ഇത് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് രീതിയിൽ ചേർക്കുന്നുണ്ട്. അതായത് നേപ്പാളിൽ ഇതൊരു വയലൻറ്റ് ലൗഡായിട്ടുള്ള പ്രൊട്ടസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് ഏകദേശം വേറൊരു സൈഡ് ഇതിനകത്തുണ്ട്, ഒരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഡിസെൻറ്റ് പ്രൊട്ടസ്റ്റും ഉണ്ട്. കാരണം ഏകദേശം ഒരു 4 ലക്ഷത്തോളം ആൾക്കാരാണ് ആനുവലി നേപ്പാളിൽ നിന്നും പുറത്തു പോകുന്നത്, വിച്ച് മീൻസ് ലൈക്ക് റഫ്ലി ഒരു 1000 പീപ്പിൾ പെർ ഡേ ഇൻ സെർച്ച് ഓഫ് അതർ ഓപ്പർച്യൂണിറ്റീസ്. കാരണം നമ്മൾ കണ്ടു അവിടുത്തെ സിറ്റുവേഷൻ അത്ര വേഴ്സ് ആണ്. അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്ന സമയത്ത് ദിസ് ഈസ് ഗോയിങ് ടു ബി ഹോളോയിങ് ഔട്ട് ദി ഡെമോഗ്രഫി ദാറ്റ് ഷുഡ് ബി ബിൽഡിംഗ് നേപ്പാൾസ് ഫ്യൂച്ചർ. അപ്പോൾ ആൾക്കാർ അങ്ങോട്ട് പോകുന്നു, അവിടുത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള സിസ്റ്റത്തിനെതിരെ പ്രതിഷേധിക്കുന്നു. അപ്പോൾ ദിസ് ബോത്ത് സ്റ്റെം ഫ്രം ദി ഇറോഷൻ ഓഫ് ട്രസ്റ്റ് എന്നുള്ള കാര്യമാണ് നമുക്കിതിനകത്ത് നോക്കേണ്ടത്. നമ്മൾ ആക്ച്വലി ക്ലാസ് എടുക്കുമ്പോൾ തന്നെ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ട്രസ്റ്റ് ഇൻ എ ഡെമോക്രസി ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം. അതിൻ്റെ ഒരു പ്രൈം എക്സാമ്പിളാണ് ട്രസ്റ്റ് കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നേപ്പാളിൻ്റെ കേസിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത്. ഇതിനകത്ത് ജസ്റ്റ് 2-3 കാര്യങ്ങൾ ജസ്റ്റ് ഐ വോണ്ട് ടു ബ്രിങ് ഇറ്റ് ടു യുവർ അറ്റൻഷൻ. ഇതിനകത്ത് കണ്ടോ, നാഷണലിസം ത്രൈവ്സ് ഓൺ ദി ഐഡിയ ഓഫ് ഫോറിൻ ബുള്ളി ഹൗഎവർ ബെനിവലൻറ്റ് ഇറ്റ്സ് ഇൻറ്റൻറ്റ് ഇസ് എന്നുള്ള സംഭവം. ഇത് ഞാൻ വായിക്കുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് ആക്ച്വലി ഒരു എക്സാമ്പിൾ തോന്നിയത്, നിങ്ങൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കും, നമ്മുടെ ബാൽ ഗംഗാധർ തിലക് ഒരു ഫ്രീഡം ഫൈറ്ററാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഏജ് ഓഫ് കൺസെൻറ്റ് ബിൽ എന്ന് പറഞ്ഞിട്ടൊരു ബില്ല് കൊണ്ടുവന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ് 1891 ടൈമിൽ. അപ്പോൾ ദാറ്റ് വാസ് ടു ഇൻക്രീസ് ദി മാരേജ് ലിമിറ്റ് ഫോർ ഗേൾസ്, ആ ഒരു ലോവർ ലിമിറ്റിനെ 10 ഇയേഴ്സിൽ നിന്നും 12 ഇയേഴ്സിലേക്ക് റേസ് ചെയ്തു. പക്ഷേ ഇത് ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. പക്ഷേ തിലക് ആക്ച്വലി ഒപ്പോസ്ഡ് ഇറ്റ് ആൻഡ് ഹി ടോൾഡ് ദാറ്റ് എന്തെങ്കിലും സോഷ്യൽ റിഫോം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻസിൻ്റെ അടുത്ത് നിന്ന് വരണം, ഒരു ഫോറിൻ എൻറ്റിറ്റി ഇമ്പോസ് ചെയ്ത് വരരുത് എന്നുള്ളത്. അപ്പോൾ അതൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള, അതായത് അതൊരു നല്ലൊരു ആക്ഷൻ തന്നെ ആയിരുന്നു. പക്ഷേ ആക്ച്വലി ആ നാഷണലിസം ആ ഒരു ടൈമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവമായിരുന്നു ഉപയോഗിച്ചത്. സോ ഇറ്റ് ട്രൈവ്സ് ഓൺ ദി ഐഡിയ ഓഫ് ഫോറിൻ ബുള്ളി. നമ്മുടെ ബ്രിട്ടീഷ് അടിച്ചേൽപ്പിക്കുന്നു, അപ്പം നമുക്ക് നാഷണലിസം വേണം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്നു. അപ്പോൾ ദിസ് വാസ് ദി എക്സാമ്പിൾ ദാറ്റ് ആക്ച്വലി കെയിം അപ്പ് ഇൻ മൈ മൈൻഡ് ജസ്റ്റ് ഫോർ യു ടു നോ. അപ്പോൾ നമുക്കിതിനകത്ത് നോക്കാനായിട്ട് ഇപ്പോൾ ഈ ഓത്തർ തന്നെ പറയുന്നത് ഇന്ത്യക്ക് ഇപ്പോൾ എന്തൊക്കെ ചെയ്യാം. ഇന്ത്യ മസ്റ്റ് ഫസ്റ്റ് ലിസൺ ടു ദ യൂത്ത് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ യൂത്ത് വേണം ഓഫ് കോഴ്സ്, പക്ഷേ യൂത്ത് ഓഫ് നേപ്പാൾ അവരുടെ കൺസേൺസിനെ നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. സെക്കൻഡ്, ഇറ്റ് ഷുഡ് സപ്പോർട്ട് ദി ഗവർണൻസ് റിഫോം ഇൻ എ ഡിസ്ക്രീറ്റ് വേ. അതായത് അവരുടെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, സൈബർ റെഗുലേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രെങ്തനിങ്, ഇതൊക്കെ മൂലം അവരുടെ ഡിസ്ക്രീറ്റ് ആയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക. പരോക്ഷമായിട്ട് ഓൾവേസ് ഇന്ത്യ ഹാഡ് എ ബിഗ് ബ്രദർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് നേപ്പാൾ. നിങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു ടേംസ് ഉണ്ടായിരുന്നു, പക്ഷേ ആ ഒരു മിസ്റ്റേക്ക് ഇന്ത്യ ഇപ്പോൾ ചെയ്യരുത്. ബിക്കോസ് ഓൾറെഡി ദ യൂത്ത് ആർ എൻറേജ്ഡ്. അപ്പോൾ അവരുടെ മേലിൽ ഒരു സാധനം ഇനി അടിച്ചേൽപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അവർ ആൻറ്റി ഇന്ത്യയിലേക്ക് സെൻറ്റിമെൻറ്റ്സിലേക്ക് വരാം എന്നുള്ള കാര്യമാണ് മേജർലി ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമ്മുടെ ബോർഡേഴ്സിനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെക്യൂർ ചെയ്യുക. നമ്മളെ ഇന്ത്യ നേപ്പാൾ ബോർഡറിനെ ആക്ച്വലി നോക്കുന്നത് സശസ്ത്ര സീമാ ബൽ എന്ന് പറഞ്ഞ SSB എന്ന് പറയും. അപ്പോൾ അവരാണ് ആക്ച്വലി ആ ഒരു ഫോഴ്സാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനെ കുറച്ചുകൂടെ ടൈറ്റനിങ് ഒക്കെ ചെയ്യുക. ആ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റീനെ മുൻകൂട്ടി കണ്ട് നമ്മൾ ആക്ഷൻസ് ചെയ്യുക. അതുപോലെ തന്നെ patience, we must have patience because we must believe that Nepal will course correct itself. അല്ലാതെ നമ്മൾ കയറി ഇടപെടരുത് എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. So this is the one thing, and this is a kind of like a quote, legitimacy must be earned, ഇറ്റ് ഷുഡ് നോട്ട് ബി എന്താ പറയുക ഇൻഹെറിറ്റഡ് എന്നുള്ള കാര്യം. അപ്പോൾ ഈ കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വേറൊന്നും ഇതിനകത്ത് നോക്കാനായിട്ടില്ല. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ഹോൾ ഇഷ്യൂ വട്ട് ഇസ് ഹാപ്പനിങ് ഇൻ നേപ്പാൾ. സോ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നമുക്കിനി അടുത്ത ആർട്ടിക്കിലേക്ക് വേഗം പോവാം. ഇത് വേറൊന്നുമല്ല, നമുക്കറിയാം റാപ്പിഡ് ആയിട്ടുള്ള അർബനൈസേഷൻ നടക്കുകയാണ് ഗ്ലോബലി ആൻഡ് ത്രൂ ഔട്ട് ഇന്ത്യ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
നേരത്തെ ഒരു 2-3 ഇയേഴ്സ് ബിഫോർ, എന്തിനാ അത്രയൊന്നും വേണ്ട, ഒരു 1 ഇയർ ബിഫോർ നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ട്രാഫിക് അല്ല ഇപ്പം നിങ്ങൾ റോഡിലേക്ക് പോകുമ്പോൾ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അത് വേഴ്സൺ ചെയ്ത് വരത്തേ ഉള്ളൂ. ലാൻഡിൻ്റെ വാല്യൂ കൂടുന്നു, ഇവിടെ വീട് കെട്ടാൻ സ്ഥലമില്ല. അപ്പോൾ അങ്ങനെ റാപ്പിഡായിട്ട് അർബനൈസേഷൻസ് നടക്കുകയാണ്. അപ്പോൾ ആ ഇഷ്യൂസിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു അർബൻ പ്ലാനിങ് നമുക്ക് വേണം. അത് പല സ്ഥലത്തും പല സ്റ്റേറ്റിലും ഇന്ത്യയിലൊക്കെ മൊത്തത്തിൽ തന്നെ ഇല്ല. അപ്പോൾ ആ ഒരു സമയത്താണ് ഒരു ഫസ്റ്റ് ഒരു ഇനിഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ ഫസ്റ്റായിട്ടാണ് ഒരു സ്റ്റേറ്റ് ലെവൽ അർബൻ കമ്മീഷൻ ഇന്ത്യയിൽ ഫോം ചെയ്യുന്നത് കേരളയിലാണ്. കേരള അർബൻ പോളിസി കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഈ ആർട്ടിക്കിൾ യു ഹാവ് ടു ജസ്റ്റ് ഗിവ് ഇറ്റ് എ റീഡ്, ബിക്കോസ് the way it has been written is very good. Like when the first opening statement നോക്കിക്കഴിഞ്ഞാൽ Kerala is a tapestry of villages rippling into towns of backwaters, midlands and highland woven together in a living continuum. അതായത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാം, അതായത് ഒരു വില്ലേജിൻ്റെ സംഭവമാണ് റിപ്ലിംഗ് ഇൻ ടു ടൗൺസ്. അതായത് ഇറ്റ് സ്ലോലി എന്താ പറയുക, അർബനൈസേഷൻ മൂലം ടൗൺസായി മാറുകയാണെന്ന്, ടൗൺസ് സിറ്റീസായി മാറി വരുന്നു, ഒരു കണ്ടിന്യൂം പോലെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നല്ല സാധനങ്ങളുണ്ട്. മൊത്തം ഞാനിങ്ങനെ വായിക്കുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് വായിക്കാവുന്നതേ ഉള്ളൂ. സോ ഗിവ് ഇറ്റ് എ റീഡ്, but we'll understand what the basic things this article speaks about. അപ്പോൾ നമുക്ക് they are actually blending into each other, forming a unique urban landscape. ഈ urban എന്ന് പറയുന്ന ടേം വേറൊന്നുമല്ല, നമുക്കറിയാം റൂറൽ പ്ലസ് അർബൻ. അതായത് ഇവിടെ നമുക്ക് കംപ്ലീറ്റ്ലി അർബൻ ആയിട്ടുള്ള സ്പേസിലേക്ക് നമ്മൾ മാറിയിട്ടില്ല, പക്ഷേ കംപ്ലീറ്റ്ലി റൂറൽ എന്നും പറയാൻ പറ്റില്ല. ദ റൂറൽ ഈസ് ട്രാൻസ്ഫോമിങ് ടു എ അർബൻ പ്ലേസ്. രണ്ടിൻ്റെ ഒരു മിക്സ്ചർ ഓഫ് ഫീച്ചേഴ്സാണ് ഇപ്പോഴത്തെ നമ്മുടെ സിറ്റീസിലും ടൗൺസിലൊക്കെ കാണുന്നത്. അപ്പോൾ അർബൻ ലാൻഡ്സ്കേപ്പാണ് കേരളത്തിൽ കൂടുതലായിട്ട് ഇപ്പോൾ വരുന്നത്. ആൻഡ് വി ആർ റേസിംഗ് അഗൻസ്റ്റ് ടൈം. അർബനൈസേഷൻ ഇസ് റാപ്പിഡ്ലി ആക്സിലറേറ്റിംഗ്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഗവർണൻസ് ആർ നോട്ട് കീപ്പിംഗ് ഇൻ പേസ്. അത് എല്ലാം ഇന്ത്യ മൊത്തത്തിലുള്ള ഇഷ്യൂ ആണ്. ആ ഒരു അർബൻ ഗവർണൻസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ റേറ്റ് ഓഫ് അർബനൈസേഷനുമായിട്ട് കീപ്പ് അപ്പ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? ഈ ട്രാഫിക് റെഗുലേഷൻസ് പ്രോപ്പർ അല്ല. അതുപോലെ തന്നെ നമുക്ക് എവിടേക്കാണ് വീട് കെട്ടുന്നത്, അതായത് ലാൻഡ് സ്ലൈഡ് പ്ലോൺ ആയിട്ടുള്ള ഏരിയാസിലൊക്കെ വീട് കെട്ടാൻ പാടില്ല എന്നുള്ളതും അതിനെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫ്ലഡ്സ് ഒക്കെ വരാനായിട്ടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ റെഗുലേറ്റ് ചെയ്യുക. ഇതൊന്നും നടക്കുന്നില്ല നേരെ. അപ്പോൾ ഇതൊക്കെ പ്രോപ്പർലി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എക്കണോമിക് ലോസസ് നമുക്ക് കുറയ്ക്കാം, അതുപോലെ തന്നെ പീപ്പിൾസിൻ്റെ ലൈഫ്സ് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്, ഈ പ്രോബ്ലത്തിനെ ടാക്കിൾ ചെയ്യാനാണ് കേരള അർബൻ പോളിസി കമ്മീഷൻ 2023 സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ ചാർജ്ഡ് വിത്ത് ഡിസൈനിങ് എ 25-year അർബൻ റോഡ് മാപ്പ്. അതിനെ നമ്മുടെ ലാൻഡ് യൂസ് പാറ്റേൺസും നമ്മുടെ വാട്ടർ യൂസും ഇങ്ങനെ തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ച് ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കുക എന്നുള്ള സംഭവമാണ്. അപ്പോൾ ഇതിനകത്ത് വേറൊന്നുമല്ല, ഒരു സ്ട്രക്ചറൽ റീസെറ്റ് ആണ് ഇവിടെ തന്നെ മൊത്തത്തിൽ നോക്കുന്നത്. അതായത് ബേസിക്കലി ഒരു കമ്മീഷൻ ഉണ്ടാക്കിയ ഒരു കുറേ അവിടെ ഇങ്ങനെയൊക്കെ ചെയ്യാം, ഇവിടെ ഇതൊക്കെ ചെയ്യാം, ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് പരിപാടിയൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി പോകാം എന്നുള്ള കണ്ടീഷനല്ല, സ്ട്രക്ചറലി ഒരു റീസെറ്റ് ചെയ്യുന്ന രീതിക്കാണ് അവർ വന്നേക്കുന്നത്. ഇതിൻ്റെ റിപ്പോർട്ടൊക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ മേജർ റെക്കമെൻഡേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് വേണ്ടി വന്നത്? 2023 തന്നെ കേരള വാസ് അർബനൈസിങ് അറ്റ് എ വെരി റാപ്പിഡ് ഫേസ് അഹെഡ് ഓഫ് ദി നാഷണൽ ആവറേജ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെ ഏകദേശം 80% ഓഫ് അവർ കേരളാസ് പോപ്പുലേഷൻ ബൈ 2050 വിൽ ബി ഇൻ എ അർബൻ സെറ്റപ്പ്. അർബൻ പോപ്പുലേഷൻ ആയിരിക്കും കേരളയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ദിസ് ഇസ് എ സീസ്മിക് ഷിഫ്റ്റ് ഫ്രം എ റീജിയൻ വെയർ വില്ലേജസ് ആൻഡ് ടൗൺ ഇന്റർമെഷ് ഇൻ എ ഡെലിക്കേറ്റ് മൊസൈക്ക്. കാരണം ആ ഒരു പ്ലേ ഓഫ് വേർഡ്സ് ഇസ് എ വെരി ഗുഡ് ആർട്ടിക്കിൾ റിട്ടൺ വെരി വെൽ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ക്ലൈമറ്റ് ത്രെറ്റ്സ് ഒക്കെ വരുന്നു. നമുക്കറിയാം വയനാട് ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായി, എറണാകുളത്ത് ഒരുപാട് ഫ്ലഡ്സ് ഉണ്ടായി. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ദർ ഇസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദി ക്രൈസിസ് ആൻഡ് പ്ലാനിങ്. ഇറ്റ് ഈസ് ഗെറ്റിംഗ് വൈഡൻഡ്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് അത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബേസിക്കലി നോക്കാനായിട്ട് ഫസ്റ്റ് ലെവലാണ് ഇത് വരുന്നത്. ഒരു റിയാക്റ്റീവ് ആയിട്ടുള്ള ഫിക്സസ് നിന്ന് മാറി ഒരു സിസ്റ്റമിക് തിങ്കിങ്ങിലേക്ക് മാറുക എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് നമ്മുടെ ലാൻഡ് യൂസും വാട്ടർ സിസ്റ്റം, നേരത്തെ പറഞ്ഞതുപോലെ സിവിക് ഹെൽത്ത്, ഇതെല്ലാം വെച്ച് ഒരു 10 തീമാറ്റിക് പില്ലേഴ്സിലാണ് ഇത് വരുന്നത്. ഇത് ജസ്റ്റ് നിങ്ങൾ കേട്ടിരിക്കുക, ബട്ട് ഐ ടെൽ ഹൗ ടു യൂസ് ദിസ് ആസ് എൻ എക്സാമ്പിൾ ഇൻ ദി മെയിൻസ്. അത് ലാസ്റ്റിൽ നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെലിവറബിൾ ആയിട്ടുള്ള ആക്ഷനബിൾ ഇൻസൈറ്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ബേസ്ഡ് ഓൺ ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റീസ്. ചുമ്മാ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് അല്ല, അതായത് മേളിൽ നിന്ന് ഒരാൾ വന്ന് സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ ശരിയാവും കേട്ടോ എന്ന് പറയുന്ന പരിപാടി അല്ലാതെ ഗ്രൗണ്ട് ലെവൽ ഫീഡ്ബാക്ക് എടുത്ത് എന്ത് വർക്കൗട്ട് ആവും എന്ന് കൃത്യമായി പഠിച്ചിട്ടാണ് അവർ വരുന്നത്. സോ ഇറ്റ്സ് എ ബോട്ടം അപ്പ് അപ്രോച്ച് റാദർ ദാൻ എ ടോപ്പ് ഡൗൺ അപ്രോച്ച്. ഇതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലൈമറ്റ് ആൻഡ് റിസ്ക് അവയർനെസ് സോണിങ്. കാരണം ഏതൊക്കെ ഏരിയാസിൽ ക്ലൈമറ്റ് റിസ്ക് പ്രോൺ ആയിട്ടുള്ള ഏരിയ ഉണ്ടോ അതൊക്കെ സോൺ ചെയ്ത് അവിടുത്തെ ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ രീതിയിൽ പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലേക്ക് ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ ഡേറ്റ ഒബ്സർവേറ്ററി ഉണ്ട്. ഹൈ ലെവൽ ആയിട്ടുള്ള ഈ സാറ്റലൈറ്റ് ഇമേജസ് ഒക്കെ
വെച്ചിട്ട് ഒരു കൃത്യമായിട്ടുള്ളൊരു ഇൻ്റലിജൻസ് ഫീഡ് എല്ലാ മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കുന്ന രീതിയിൽ, അതുപോലെ തന്നെ ഒരു ഗ്രീൻ ഫീസും ക്ലൈമറ്റ് ഇൻഷുറൻസും അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അത് വേറെ ഒന്നുമില്ല, എക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സോൺസിനകത്ത് നമ്മൾ എന്തെങ്കിലും പ്രോജക്ട്സ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഗ്രീൻ ഫീ ലിവി ചെയ്യുക. ദാറ്റ് വുഡ് ഫണ്ട് ദി അർബൻ റെസീലിയൻസ് ആൻഡ് എന്താ പറയുക, ഡിസാസ്റ്റർ പ്രോൺ ആയിട്ടുള്ള ഏരിയാസിൽ പ്രീ അപ്രൂവ്ഡ് പ്രോജക്ട്സിനെ കൊടുക്കുക എന്നുള്ള സംഭവം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ലോക്കൽ ഗവൺമെൻറ്റ്സിന് ഫണ്ട് വേണം. അപ്പോൾ അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് മുനിസിപ്പൽ ബോണ്ട്സ് എന്നുള്ള രീതിക്ക് ഇറക്കുക. നമ്മൾ സാധാരണ ഗവൺമെൻറ് ബോണ്ട്സിനെ പോലെ തന്നെ മുനിസിപ്പാലിറ്റീസിന് ഇറക്കാൻ പറ്റുന്നതാണ് മുനിസിപ്പൽ ബോണ്ട്സ്. അപ്പോൾ അത് ബിഗർ സിറ്റീസിനാണെന്നുണ്ടെങ്കിൽ മുനിസിപ്പൽ ബോണ്ട്സ് ഇറക്കാം, ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇതിനെ പൂൾ ചെയ്തിട്ട് ഒരു ഒറ്റ ഫണ്ടായിട്ട് എടുക്കാം എന്നുള്ള ഇത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗവർണൻസിന് തന്നെ മൊത്തമായിട്ട് മാറ്റണം ഇൻ എ സ്പാൻ ഓഫ് കുറച്ച് വർഷങ്ങളിൽ, ഉടനെ നടക്കില്ല, ബട്ട് ഇറ്റ് ഷുഡ് ബി ഡൺ. ബിക്കോസ് സിറ്റി ക്യാബിനറ്റ്സ്, അതൊരു ന്യൂ ടേം ആണ്, സിറ്റി ക്യാബിനറ്റ്സ് ലെഡ് ബൈ മേയേഴ്സ് കുഡ് റീപ്ലേസ് ദി ബ്യൂറോക്രാറ്റിക് ഇനർഷ്യ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലേസ് ബേസ്ഡ് എക്കണോമിക് റിവൈവൽ. നമുക്കറിയാം ഈ തൃശ്ശൂർ കൊച്ചി ഹബ്ബൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഒരുപാട് ഫിൻടെക്സ് ആണ് കൂടുതൽ വരുന്നത്. അതുപോലെ തന്നെ കോഴിക്കോടിൽ ലിറ്ററേച്ചറാണ് കൂടുതൽ വരുന്നത്. ഈ ട്രിവാൻഡ്രം ഒക്കെ റീജിയന് ഒരു നോളജ് കോറിഡോറാണ്. അപ്പോൾ അവിടുത്തെ എന്താണോ സ്പെഷ്യാലിറ്റി അതിനനുസരിച്ച് അതിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള രീതിക്കാണ് ഈ ഒരു ഇത് വരുന്നത്. മാത്രമല്ല നമ്മുടെ ഹെറിറ്റേജും നമ്മുടെ വെറ്റ്ലാൻഡ്സും നമ്മുടെ എൻവയൺമെൻറ്റും കൺസർവ് ചെയ്തുകൊണ്ടുള്ള ഒരു ഹോളിസ്റ്റിക് പ്ലാനാണ് ഇവർ തയ്യാറാക്കിയേക്കുന്നത്. അപ്പോൾ വാട്ട് മേക്ക് ദിസ് തിങ് യുണീക്ക് എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. ഇറ്റ് ഈസ് ദ ഫ്യൂഷൻ ഓഫ് ലോക്കൽ നറേറ്റീവ്സ് ആൻഡ് ഡേറ്റ സിസ്റ്റംസ്. അതായത് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്ത് ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് അല്ല ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ദീസ് ആർ ദ പോളിസീസ് കോ പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ സിറ്റിസൻസ് ഗിവിംഗ് കേരള ആൻ അർബൻ ഇൻ്റലിജൻസ് എഞ്ചിൻ. നല്ല വാക്കുകളല്ലേ. അപ്പോൾ അതുപോലെ തന്നെ വേർ ദ സിറ്റി സിസ്റ്റംസ് അബ്സോർബ്, ഇന്റർപ്രറ്റ് ആൻഡ് ആക്ട് ഓൺ ദി ഇമോഷണൽ ലീവ്ഡ് ഇൻ്റലിജൻസ് ഓഫ് ലോക്കൽ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ താഴെ നിന്നുള്ള ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് ഈ സംഭവം വരുന്നത്. ദാറ്റ് മേക്സ് ദിസ് തിങ് യുണീക്ക് എന്നുള്ള കാര്യം ഇതിനകത്ത് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത് ഈ ഒരു സംഭവമാണ്. വെൻ യു ആർ റൈറ്റിംഗ് ആൻസർ ഇൻ എ മെയിൻസ്, ഇത്രയും നമുക്ക് കഥ പറയാനായിട്ടുള്ള സമയം കിട്ടില്ല. അപ്പോൾ ഈ ലാസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന സാധനം കണ്ടല്ലോ, ഇതിനെയാണ് നമ്മളൊരു എക്സാമ്പിളായിട്ട് കോട്ട് ചെയ്യുമ്പോൾ പറയേണ്ട മേജർ പോയിന്റ്സ്. This Kerala Urban Commission missions offers a template where they are giving a mandate, ടൈം ബൗണ്ട് കമ്മീഷൻ, മാൻഡേറ്റിംഗ് എ ടൈം ബൗണ്ട് കമ്മീഷൻ. എങ്ങനെയാണ് ഇതിനെ ഇന്ന് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. ആൻഡ് കമ്പൈനിങ് ദ ടെക്നിക്കൽ ഡേറ്റ വിത്ത് ലിവ്ഡ് എക്സ്പീരിയൻസ്, അതായത് ലോക്കലായിട്ടുള്ള ഫീഡ്ബാക്ക് വെച്ചിട്ടുള്ളത്. ആൻഡ് ക്രിയേറ്റിംഗ് എ ഡയലോജിക് സിസ്റ്റം വെർ സിറ്റിസൺ ഇൻപുട്സ് ആർ മാപ്ഡ് ഇൻ ടു ഡേറ്റ ഒബ്സർവേറ്ററീസ്. നാലാമതായിട്ട് എംപവറിംഗ് ദ ലോക്കൽ ബോഡീസ് ഫിനാൻഷ്യലി വിത്ത് ഗ്രീൻ ലെവീസ്, ബോണ്ട്സ് ആൻഡ് റിസ്ക് പ്രീമിയംസ്. പ്ലസ് ഇൻസർട്ടിങ് ദ യൂത്ത് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഇൻ ദി ഗവർണൻസ്. ഇപ്പോൾ ഈ ഒരു 4-5 പോയിന്റ് ഉണ്ടല്ലോ, ഇത് ഭയങ്കര കണ്ടൻസ്ഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ദിസ് യു ഷുഡ് റൈറ്റ് ഇൻ ദ മെയിൻസ്. ഈ മൊത്തം ആർട്ടിക്കിളിൽ നിന്ന് ഈ സാധനങ്ങൾ മാത്രം നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മെയിൻസിനകത്ത് നിങ്ങൾക്ക് ഇത് എഴുതുക മാത്രം മതിയാവും. ഇത്ര എഴുതാനുള്ള ടൈമേ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ദിസ് ഇസ് ദി മോഡൽ ദാറ്റ് യു ഹാവ് ടു റെപ്ലിക്കേറ്റ്. ആൻഡ് ഇതിനെക്കുറിച്ച് പൊക്കി പറയുന്ന ഒരു ലാസ്റ്റ് പാരഗ്രാഫാണ്, വലിയ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് തിങ്. ദിസ് ഇസ് എ എക്സാമ്പിൾ ഓർ എ കേസ് സ്റ്റഡി വിച്ച് യു ക്യാൻ റൈറ്റ് ഇൻ ദി അർബനൈസേഷൻ ആൻഡ് ഇറ്റ്സ് ചാലഞ്ചസ്. ഇറ്റ് ഇസ് ഡയറക്ട്ലി കണക്ട് വിത്ത് GS1. ഇന്ത്യൻ സൊസൈറ്റിയിൽ അങ്ങനെ ഒരു ടോപ്പിക് തന്നെയുണ്ട്. സോ ഇറ്റ് ക്യാൻ ബി സൈറ്റഡ് ആസ് എൻ എക്സാമ്പിൾ. സോ നമുക്ക് അടുത്ത ബാക്കി കുറച്ച് കാര്യങ്ങളിലേക്ക് വേഗം നമുക്ക് പോവാം. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 15th വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊരു 17th വൈസ് പ്രസിഡന്റാണ് ഹിന്ദുവിൽ കിടക്കുന്നത്. പക്ഷേ ആക്ച്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 17th വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷനാണ് നടന്നത്. പക്ഷേ ആസ് എ പേഴ്സൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15ാമത്തെ വൈസ് പ്രസിഡന്റാണ്. ബിക്കോസ് 2 പേര് 2 times ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ 17th ആണെങ്കിലും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്ന് പറയും. വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ 17th ആണെന്നുണ്ടെങ്കിലും വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആൾ 15th ആണ്. അതാണ് ഈ കൺഫ്യൂഷൻ കേട്ടോ. നിങ്ങളും വായിക്കുമ്പോൾ ചിലപ്പോൾ തോന്നിയേക്കാം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ 15th എന്നാണ് കൊടുത്തിരുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, CP രാധാകൃഷ്ണൻ അദ്ദേഹമാണ് ഇപ്പോൾ ന്യൂ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. വി ഹാവ് ഡിസ്കസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഹൗ ദേ ആർ ബീങ് എലക്റ്റഡ്. ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ട്, MPs ഓഫ് ബോത്ത് ലോക്സഭ ആൻഡ് രാജ്യസഭയാണ് ഇതിൻ്റെ ഇലക്ട്രൽ കോളേജിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ രാജ്യസഭയുടെ സെക്രട്ടറി ജനറലാണ് ഇതിൻ്റെ റിട്ടേണിംഗ് ഓഫീസർ. ഇത് മാറി മാറി വരും. രാജ്യസഭയിലെ അല്ലെങ്കിൽ ലോക്സഭയിലെ ആരെങ്കിലും ഒരു ടേൺ വൈസ് മാറി മാറിയായിരിക്കും വരുന്നത്. ഇതിനകത്ത് നമുക്ക് വേറെ നോക്കേണ്ടതായിട്ടുള്ള ഒരു മേജർ ന്യൂസ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കൊണ്ടുവരാമെന്ന് മാത്രം കരുതി, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹോപ്പ് യു ഹവ് വാച്ച്ഡ് ഇറ്റ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ആർട്ടിലേക്ക് പോകാം. ഇതിനകത്ത് GERD ഡാം എന്ന് പറഞ്ഞൊരു ഡാം ഉണ്ട്. അത് എവിടെയാണ്? എത്യോപ്യയിലാണ് ഇത് വരുന്നത്. സോ ഇതാണ് നമുക്ക് മേജർലി നോക്കേണ്ടത്. എത്യോപ്യയുടെ ഈ മാപ്പ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ്, ഇത് ആ ആർട്ടിക്കിളുള്ളതല്ല, അതുകൊണ്ട് വേറൊന്നും കരുതണ്ട. അപ്പോൾ അവിടെ ഒരു ലാർജസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ്, ആഫ്രിക്കയുടെ തന്നെ ബിഗ്ഗസ്റ്റ് ഡാമാണ് എത്യോപ്യയിൽ വന്നിരിക്കുന്നത് എന്നുള്ള ന്യൂസാണ് വന്നത്. അപ്പോൾ GERD ഡാം ഇസ് ഇൻ എത്യോപ്യ. നൗ വേർ ഇസ് എത്യോപ്യ എന്നുള്ളതാണ് നമുക്ക് ഈ ആർട്ടിക്കിൾ നമുക്ക് നോക്കേണ്ടത്.
എത്യോപ്യ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഫ്രിക്കയുടെ ഒരു ഹോൺ റീജിയൻ എന്ന് പറയുമ്പോൾ ഹോൺ ഓഫ് ആഫ്രിക്ക എന്ന് പറഞ്ഞിട്ട് ഒരു ഈസ്റ്റേൺ സൈഡിൽ അവിടെയാണ് ഈ എത്യോപ്യ വരുന്നത്. അപ്പോൾ എത്യോപ്യനെ സറൗണ്ട് ചെയ്യുന്ന രാജ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ബിക്കോസ് ഇറ്റ്സ് ബീൻ ഇൻ ന്യൂസ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുഡാൻ അതുമായിട്ട് ബോർഡർ ഉണ്ട്, സൗത്ത് സുഡാൻ ബോർഡർ ഉണ്ട്, കെനിയ ബോർഡർ ഉണ്ട്, സൊമാലിയ ഇവിടെ ബോർഡർ ഉണ്ട്, ഈ എറിട്രിയ എന്ന് പറയുന്നതും ബോർഡർ ഉണ്ട്, ജിബൂട്ടിയും ബോർഡർ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഇതെല്ലാം ചിലപ്പോൾ ഓർത്തിരിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനുമായിട്ട് ബോർഡർ ഇല്ലാത്ത പക്ഷേ അടുത്തിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഉഗാണ്ട ഇല്ല, അതുപോലെ തന്നെ നമുക്ക് യമൻ എന്ന് പറയുന്നത് ഇല്ല. ഇറ്റ് ഈസ് ആക്ച്വലി സെപ്പറേറ്റഡ് ബൈ ദി ആ ഒരു നാരോ ചാനൽ എന്നുള്ള രീതിക്ക്. അപ്പോൾ ഈ സാധനങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ മാപ്പ് നോക്കേണ്ടത്. എന്തെങ്കിലും കൺട്രീസ് വരികയാണെന്നുണ്ടെങ്കിൽ മാപ്പ് നോക്കിയിട്ട് ഇതിൻ്റെ മേജർ സിറ്റീസ് നോക്കിയാൽ നല്ലത്. അഡിസ് അബാബ എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാപിറ്റലാണ്. ഇപ്പോൾ ഇത് ജസ്റ്റ് നോക്കി വെച്ചേക്കുക. ആൻഡ് എത്യോപ്യ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് റീജിയൻ. എത്യോപ്യ സുഡാൻ റീജിയനൊക്കെ അത് നമുക്ക് പ്ലേസസ് ഇൻ ന്യൂസ് കവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. അതിനകത്ത് നമുക്ക് ജസ്റ്റ് നോക്കേണ്ടത് ഈ എറിട്രിയ, ഈ എത്യോപ്യ എവിടെയാണ്? ഇവിടെയാണ് ഈ GERD ഡാം വന്നേക്കുന്നത്. ഇറ്റ് ഇസ് ആക്ച്വലി ഓൺ ദി ട്രിബ്യൂട്ടറി ഓഫ് ദി നൈൽ റിവർ. നൈൽ റിവർ അറിയാം, നമുക്കൊരു ഈജിപ്തിൻ്റെ ഒരു എന്താ പറയുക, അവരുടെ മേജർ സോഴ്സാണ്. അപ്പോൾ ഇതുവരെ ഈജിപ്റ്റ് നിൽക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഇങ്ങനെയാണ് വെള്ളം പോകുന്നത്. അപ്പോൾ ഇവിടെ ഡാമൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഈജിപ്റ്റിന് കുറച്ച് അപ്രിഹെൻഷൻസ് ഉണ്ട്. ബിക്കോസ് ദേ ആർ ഒരു 97% അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ നൈൽ റിവറിൻ്റെ വാട്ടറിലാണ്. അപ്പോൾ അത്രയാണ് ഇതിനകത്ത് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ SCയുടെ ഒബ്സർവേഷൻ ആണ് പ്രസിഡൻഷ്യൽ റെഫറൻസിൽ. വലുതായിട്ടൊന്നും നമുക്ക് പറയാനില്ല. വെൻ ദിസ് ജഡ്ജ്മെന്റ് കംസ് വിൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. ബിക്കോസ് ഇപ്പോൾ നടക്കുന്ന ഓരോ കാര്യങ്ങൾ വെറുതെ ഓരോ ഒബ്സർവേഷൻ പറയുമ്പോൾ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു ലൈൻ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. സോ വാട്ട് ദി സുപ്രീം കോർട്ട് ഈസ് സേയിങ് ഇസ് ദാറ്റ് ദ ഗവർണർ മസ്റ്റ് ആക്ട് ആസ് എ ട്രൂ ഗൈഡ്സ് ആൻഡ് ഫിലോസഫേഴ്സ് ടു ദ സ്റ്റേറ്റ്. ഇത് നമുക്ക് എവിടെയെങ്കിലും കോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ബിക്കോസ് വെൻ ദേ ആർ വർക്കിംഗ് ദേ ഷുഡ് ബി വർക്കിംഗ് ഇൻ എ കൊളാബറേറ്റീവ് വേ എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. ബിക്കോസ് ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ഡയാർക്കി. ബിക്കോസ് ഗിവിംഗ് ദി ഗവർണേഴ്സ് എക്സ്പാൻസീവ് പവേഴ്സ് വുഡ് ക്രിയേറ്റ് എ ഡയാർക്കി. ഡയാർക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു പവർ സോഴ്സ്. അത് ഭരണം തന്നെ നിലച്ചു പോകാനായിട്ടുള്ള കാര്യമാണ്. ഗവർണർ പറയുന്ന കേൾക്കോ, ചീഫ് മിനിസ്റ്റർ പറയുന്ന കേൾക്കോ, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആ ഒരു നിലയിലേക്ക് വരും. അപ്പോൾ ആ നിലയിലേക്ക് വരുന്നത് റിയൽ പവർ ഇൻ എ പാർലമെൻ്ററി ഡെമോക്രസി ലൈസ് വിത്ത് ദ ലെജിസ്ലേച്ചർ എന്നുള്ള കാര്യമാണ്. പിന്നെ ഇതിനകത്ത് വേറെ നമുക്ക് ആക്ച്വലി ഇപ്പോൾ പറയാനായിട്ടൊന്നും ബിക്കോസ് ദ പ്രസിഡൻഷ്യൽ റെഫറൻസ് എങ്ങനെയാണ് പോയെന്നുള്ള കഥ നമുക്ക് ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു ടൈം എടുക്കും. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചതുമാണ്, ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നും വി ആർ ആക്ച്വലി എക്സീഡിങ് ഔട്ട് ഓഫ് ടൈം. ബട്ട് വിൽ ഡിസ്കസ് ഇൻ ബ്രീഫ് ചെറുതായിട്ട്. ബിക്കോസ് നമ്മൾ പോളിറ്റി ക്ലാസ്സിൽ ഇത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ബില്ല് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ട് ആവണമെന്നുണ്ടെങ്കിൽ ഗവർണറോട് പോകണം. അപ്പോൾ ഗവർണറിന് പല ആക്ഷൻസ് എടുക്കാം. ഒന്നില്ലെങ്കിൽ അതിന് അസെൻറ്റ് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വിത്ത് ഹോൾഡ് അസെൻറ്റ് വെച്ചാൽ ബില്ലിനെ റിജക്റ്റ് ചെയ്യുക, ഞാൻ ഒപ്പുവെക്കില്ല എന്ന് പറയാം, അപ്പം ആക്ട് ആവില്ല. ഇതില്ലാന്നുണ്ടെങ്കിൽ ഗവർണറിന് റീകൺസിഡറേഷൻ കൊടുക്കാം, തിരിച്ച് ലെജിസ്ലേച്ചറിൽ തന്നെ അയക്കാം, ഒന്നുകൂടെ പരിശോധിച്ചിട്ട് തരുമെന്ന്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് റിസർവ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ റീകൺസിഡർ ചെയ്ത് കൊടുക്കാനായിട്ട് ലെജിസ്ലേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ റീകൺസിഡർ ചെയ്ത് എന്ത് ഫോമിലാണോ ഗവർണറിന് കൊടുക്കുന്നത്, ദ ഗവർണർ മസ്റ്റ് ഗിവ് ദി അസെൻറ്റ്. പക്ഷേ പ്രസിഡന്റിന് കൊടുക്കുന്ന സമയത്ത് പ്രസിഡന്റ് റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസിഡന്റിന് ഇതേപോലെ ഓപ്ഷൻസ് ഉണ്ട്. അസെൻറ്റ് കൊടുക്കാം, അസെൻറ്റ് കൊടുക്കാതിരിക്കാം. ഇതിനെ റീകൺസിഡർ ചെയ്യാൻ വേണ്ടി ലെജിസ്ലേച്ചറിന് അദ്ദേഹത്തിനും അയക്കാം, ഈ പ്രസിഡന്റിനും അയക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു ക്യാച്ച് എന്ന് പറയുന്നത് തന്നെ റീകൺസിഡർ ചെയ്ത് പ്രസിഡന്റിന് കൊടുത്തു കഴിഞ്ഞാൽ ദ പ്രസിഡന്റ് ഇസ് നോട്ട് ഒബ്ലൈജ്ഡ് ടു ഗിവ് ദി അസെൻറ്റ്. ആ സമയത്തും ഈ പ്രസിഡന്റിന് ഈ ക്യാൻ എയ്തർ ഗിവ് ദി അസെൻറ്റ് ഓർ റിജക്ട് ദി ബിൽ. പക്ഷേ ഗവർണർ അങ്ങനെയില്ല. ഗവർണറിന് ലെജിസ്ലേച്ചറിൽ നിന്ന് ഒരിക്കൽ പോയി കഴിഞ്ഞാൽ ഹി മസ്റ്റ് ഗിവ് ദി അസെൻറ്റ്. പക്ഷേ പ്രസിഡന്റിന് പോയി കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്തിട്ട് തിരിച്ചു വന്നാലും അസെൻറ്റ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ ലാസ്റ്റായിട്ട് ഒരു 2-3 പടം ദ ഹിന്ദുവിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദീസ് ഇമേജസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. യു മസ്റ്റ് റീഡ് ആ ഒരു ക്യാപ്ഷൻ. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിവ ട്രൈബ്സ്മെൻ, ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഈ തിവ ട്രൈബ് ആക്ച്വലി ആർ പീപ്പിൾ ബിലോങ്ങിങ് ടു അസാം എന്നുള്ള കാര്യവും, ഈ ലങ് കൂൺ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് അസാമിലെ തിവ ട്രൈബ്സ് ആണ് ഇത് ചെയ്യുന്നതും. ആൻഡ് ഇറ്റ് ഇസ് കൈൻഡ് ഓഫ് ലൈക്ക് അവർ ഓണം. കാരണം ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ് അവിടുത്തെ അസാം റീജിയൻ്റെ. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. മറന്നു പോകാൻ ചാൻസ് ഉണ്ട്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. ബട്ട് എവിടെയെങ്കിലും കേട്ടൊരു ഓർമ്മ ഉണ്ടായാൽ മതി. പിന്നെ നിങ്ങൾ മാക് ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അതായത് ആപ്പിൾ പ്രോഡക്റ്റ് മാക് ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സീക്വഷ്യ 15 ഒക്കെയാണ് അതിൻ്റെ OSൻ്റെ പേരൊക്കെ വരുന്നത്. അപ്പോൾ ആ ജയൻറ്റ് സീക്വഷ്യ ട്രീസ് എന്നുള്ള സംഭവം ന്യൂസിൽ വന്നുകൊണ്ട് ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. അവിടെ US സിറാൻ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞ അവിടുത്തെ ഏരിയയിലാണ് ഇത് കൂടുതൽ, അവിടെയാണ് മേജർലി ഇത് വരുന്നത്. വേറൊരു സ്ഥലത്ത് ഇതില്ല. ഇറ്റ് ഇസ് ഓൺലി ഫൗണ്ട് ഇൻ ദിസ് കാലിഫോർണിയ റീജിയൻ. അവിടെ വലിയ വൈൽഡ് ഫയർ ഒക്കെ ഉണ്ടായി. അപ്പം അങ്ങനെ വളരെ പർട്ടിക്കുലർലി വൾണറബിൾ ആയിട്ടുള്ള ഒരു ട്രീ
സ്പീഷീസ് ആണ് ഈ ജയൻറ്റ് സീക്വഷ്യ ട്രീസ് എന്ന് പറയുന്നത്. ഇതൊന്നും വലുതായിട്ട് പ്രിലിംസിന് വരാൻ ചാൻസ് ഒന്നുമില്ല, പക്ഷേ ജസ്റ്റ് ടെല്ലിങ് അത് എവിടെയാണ് കണ്ടുവരുന്നത്, കാലിഫോർണിയയിലാണ് കാണുന്നത്. ബിക്കോസ് ഈ സീക്വഷ്യ ട്രീസ് ആർ നേറ്റീവ് ടു ഇന്ത്യ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇനി വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഡെഫിനറ്റ്ലി സേ അത് കാലിഫോർണിയയിൽ മാത്രമേ ഉള്ളൂ, ഇന്ത്യയിൽ അതില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടതായിട്ടുള്ളത്. ബട്ട് വിൽ ജസ്റ്റ് ക്വിക്ലി റീക്യാപ്പ് വാട്ട് ഓൾ വി ഹാവ് ടോട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബേസിക്കലി നേപ്പാളിൻ്റെ ക്രൈസിസ് ആണ് നമ്മളിന്ന് മേജറായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് ഹോൾ തിങ്. അതിനകത്ത് നമ്മൾ പറഞ്ഞത് തന്നെ സപ്രസിങ് ദ ഡിസെൻറ്റ് ഇസ് നോട്ട് എൻ ഓപ്ഷൻ, ബിക്കോസ് അതിനെ വലുതായിട്ടുള്ളൊരു കെയോസ് അല്ലെങ്കിൽ വയലൻസിലേക്കായിരിക്കും അത് ലീഡ് ചെയ്ത് പോകുന്നത്. പിന്നെ നമ്മൾ ഒരു കേരള മോഡൽ നമ്മൾ കണ്ടു. അത് നമ്മുടെ റാപ്പിഡ് ആയിട്ടുള്ള അർബനൈസേഷനിൽ നമ്മൾ ഇന്ത്യ മൊത്തം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അതിനുള്ള ഒരു കേസ് സ്റ്റഡി ആയിട്ടാണ് നമ്മൾ കേരള മോഡൽ നമ്മൾ കണ്ടത്. അപ്പോൾ ആ ലാസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ VPയുടെ ഇലക്ഷൻസിൻ്റെ കാര്യത്തിനെ കുറിച്ച് നമ്മൾ കണ്ടിരുന്നു. ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളെന്താ കണ്ട്, GERD ഡാം കണ്ടു. അത് എവിടെയാണ് ആക്ച്വലി ഉള്ളത്? GER ഡാമാണ്, ജസ്റ്റ് എഴുതുന്നേ ഉള്ളൂ. അത് എത്തിയോപ്യയിലാണ്. ഇറ്റ് ഈസ് ദി ലാർജസ്റ്റ് ഡാം ഇൻ ദി ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ്. പിന്നെ നമ്മൾ ഈ ഗവർണർ ആൻഡ് പ്രസിഡൻ്റ് ഒരു ബില്ലിൻ്റെ കാര്യത്തിനെ കുറിച്ച് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ മേജറായിട്ട് കണ്ടത് എന്താ, ഈ തിവ ട്രൈബിനെ കുറിച്ച് നമ്മൾ കണ്ടു. തിവ ട്രൈബ് എന്ന് പറയുന്നത് അസ്സാമിലാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് മേജറായിട്ട് കവർ ചെയ്തത്. സോ ഇഫ് യു വാണ്ട് ടു ടേക്ക് അപ്പ് എനി അതർ ആർട്ടിക്കിൾസ് യു ക്യാൻ ജസ്റ്റ് കമൻറ്റ് ഓൺ ദി കമൻറ്റ് ബോക്സ്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദി ഹോൾ സെഷൻ. So until we meet again, goodbye.